ഇനി എന്താണ് പി എച്ച് റൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അത് റൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ചെടി വളം വലിച്ചെടുക്കത്തില്ല. അതുകൊണ്ട് ആ സഭയിൽ ഇത്രയും പ്രസംഗിച്ചിട്ട് ഇത് വലിച്ചെടുക്കാതെ. പി എച്ച് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ജനത്തിന് ഇത് വലിച്ചെടുക്കാൻ പറ്റാതെ. ദൈവരാജ്യ ശുശ്രൂഷയിൽ ദൈവത്തിന് നമ്മളിൽ നിന്ന് വേണ്ടതാണ് പറയുന്നത്. അങ്ങനെ ദൈവത്തിന് നമ്മളിൽ നിന്ന് വേണ്ടതിലും നാം പ്രവർത്തിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം ഓട്ടോമാറ്റിക് വരും. പക്ഷെ നമ്മൾ വന്നിരിക്കുന്നത് ദൈവത്തിന് കൊടുക്കാനുള്ള വേണ്ടിയല്ല വന്നത്, നമുക്ക് വേണ്ടി വന്നേക്കണേ. റോങ് പി എച്ച്. ഇവിടെ കാര്യം നടക്കില്ല. എന്തായിരുന്നു യേശുക്രിസ്തുവിന്റെ പി എച്ച്? റൈറ്റ് പി എച്ച്. ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്, എൻ്റെ ഇഷ്ടം പറയാനല്ല വന്നേക്കണേ, പകരം എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നേക്കണേ. ഈ പി എച്ച് ആദ്യം കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ ക്ലിയർ ആവും. ആദ്യം തന്നെ നല്ലൊരു കൃഷിക്കാരനാണെങ്കിൽ കൃഷി ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ മണ്ണിൻ്റെ പി എച്ച് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. എൻ്റെ പി എച്ച് എന്താ? ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ എന്തായിരുന്നു എൻ്റെ മനോഭാവം? ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്താണ് എൻ്റെ മനോഭാവം? എനിക്ക് പോക്കറ്റിൽ കുറച്ച് പൈസ കിട്ടാൻ വേണ്ടിയാണോ, അതോ മറ്റുള്ളവർ എന്നെ പ്രശംസിക്കാൻ വേണ്ടിയാണോ, അല്ല ദൈവഹിതം എന്നിലൂടെ ചെയ്തെടുക്കാൻ വേണ്ടിയാണോ? നമ്മളിത് ചെക്ക് ചെയ്താലും ചെക്ക് ചെയ്തില്ലെങ്കിലും ദൈവത്തിന് നമ്മുടെ പി എച്ച് അറിയാം. അതാണ് കർത്താവ് പറയുന്നത്, അന്തർഭാഗത്തിലെ സത്യമല്ലോ ദൈവം ഇച്ഛിക്കുന്നത്. അപ്പോൾ അന്തർഭാഗത്തിലെ സത്യം അത് ക്ലിയർ ആയിരിക്കണം, എങ്കിലേ നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് കഴിയുള്ളൂ. അല്ല എങ്കിൽ പി എച്ച് തെറ്റിപ്പോയ ഈ കൂട്ടം ഈ ലോക ജനത്തോടു കൂടെ നമ്മളും കൂടി നമ്മൾ നശിക്കും. അവസാനം കർത്താവ് ചെക്ക് ചെയ്യണ കണ്ടോ ന്യായവിധിയിൽ, എന്നോട് കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം. അതല്ലേ പി എച്ച്? ആ മനോഭാവം, ആ ഇഷ്ടം ചെയ്യാനുള്ള മനോഭാവം. അപ്പോൾ അതെപ്പോഴും നമുക്കുണ്ടാകണം. അതുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ തിരിച്ചറിയാനായിട്ട് ഇടയാവും. ആരെങ്കിലും ഒരു പ്രസംഗം പറഞ്ഞു, നിങ്ങളുടെ പി എച്ച് റൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റും. ഈ പ്രസംഗം മനുഷ്യനിൽ നിന്നാണോ വന്നേക്കണേ, പിശാചിൽ നിന്നാണോ വന്നേക്കണേ, ദൈവത്തിൽ നിന്നാണോ വന്നേക്കണേ? ഇതാണ് യോഹന്നാൻ 7:17 പറയുന്നത്. ദൈവ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ, ശരിയായ പി എച്ച്, ഉപദേശം ദൈവത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ എന്ന് തിരിച്ചറിയും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, പി എച്ച് കറക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ എളുപ്പമായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയാകും. അവൻ്റെ ഇഷ്ടം ചെയ്യാൻ ഇച്ഛിക്കുന്നവൻ, അപ്പോൾ ആ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഇച്ഛിക്കുന്നവൻ, അപ്പോൾ ആ വ്യക്തിയുടെ മനോഭാവം എന്താ? ദൈവം ഇഷ്ടം ചെയ്യുക. അതാണ് റൈറ്റ് ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ഇച്ഛിക്കുന്നുവെങ്കിൽ ആ മനോഭാവം അതാണെന്നുണ്ടെങ്കിൽ ഉപദേശം ദൈവത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ എന്ന് തിരിച്ചറിയും. അപ്പോൾ റൈറ്റ് പി എച്ച് ആയിരിക്കണം നമ്മളുടെ ഉള്ളിൽ. അല്ലാണ്ട് എൻ്റെ കുറേ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി വന്ന പി എച്ച് ആകരുത്. പകരം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന തലത്തിൽ നമ്മൾ ജീവിക്കണം. അപ്പോൾ നമ്മൾ ഇത് ആരും കണ്ടില്ലേലും സ്വർഗത്തിലെ ദൈവം അറിയാം, ദൈവത്തിന് അറിയാം എന്താണ് ഈ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ചിന്തകൾ, വിചാരങ്ങൾ, വികാരങ്ങൾ എന്നൊക്കെ. അപ്പോൾ അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം ഇച്ഛിക്കുന്നത്. അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് എല്ലാവരെയും ഓർപ്പിക്കുകയാണ്.